നമസ്കാരം. ഇത് തമിഴ്നാട്ടിലെ സാത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഈ സാത്തൂർ തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് ഉദ്ദേശം ഒരു 13 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ശിവകാശിക്ക് ബസ് കിട്ടും. ശിവകാശിയിൽ നിന്ന് ആണ് ഈ പടക്കിൻ്റെ സ്ഥലങ്ങളൊക്കെ. പടക്ക് അപ്പോൾ അവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ തിരുനെൽവേലിയിൽ നിന്ന് സാത്തൂറിൽ പോയിട്ട് ഈ സാത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ശിവകാശിക്ക് പോകുന്ന ഒരു വഴിയാണിത്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ആണ്, റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് ശിവകാശിയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ സാത്തൂറിലോട്ട് പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡും കൂടിയാണ്. ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമ്മൾ ശിവകാശിക്ക് ബസ് പിടിച്ചിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് അവിടെ ട്രാൻസ്പോർട്ട് ബസ്, അവിടുത്തെ തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് ബസ്സുമുണ്ട്, പ്രൈവറ്റ് ബസ്സുകളുമുണ്ട്. ഈ കാണുന്ന കടകളെല്ലാം ശിവകാശിയിലുള്ള കടകളാണ്, പടക്കക്കടകളാണ്. ഈ കടകളൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ പടക്കിൻ്റെ ദീപാവലി സീസൺ കഴിയുമ്പോൾ അവർ ഈ കടകളൊക്കെ അടയ്ക്കും. ഈ ഭാഗത്ത് തന്നെ ഈ ധാരാളം കടകൾ ഇങ്ങനെ കാണാൻ പറ്റും പല സ്ഥലത്തും. നമ്മൾ ഈ ബസ്സിലിരുന്ന് പോകുമ്പോൾ ഇവിടെ വന്നിട്ടാണ് ആളുകൾ മൊത്തമായിട്ട് പടക്കുകളെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ പടക്ക് കടകൾ മാത്രമാണ്. ഇവിടെ ഈ പകുതി വിലയ്ക്കായിരിക്കും നമുക്കിത് കിട്ടുന്നത്. പക്ഷേ അതിൽ നിന്ന് ലാഭത്തിന് നമുക്ക് വാങ്ങാൻ പറ്റിയ ഇവരുടെ ഫാക്ടറി കടകളുണ്ട്. ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ശിവകാശിയിലെ ഒരു ബസ് സ്റ്റാൻഡും അവിടുത്തെ കടകളൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സാത്തൂറിലോട്ട് ബസ് കയറി പോകുന്നത്. ഇവിടെ നിന്ന് തിരുനെൽവേലി, കന്യാകുമാരി, അതുപോലെ തന്നെ നാറുകോല്, അങ്ങനെ പഴയ സ്ഥലങ്ങൾക്ക് പോകാനുള്ള ബസ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ബസ് കിട്ടും. ഇവിടെ പൊതുവേ കാലാവസ്ഥ മഴ വളരെ കുറവാണ്, നല്ല ചൂടാണ്. കേരളത്തിൽ ഇപ്പോഴും നല്ല മഴ കിട്ടുന്നുണ്ടെങ്കിലും ഈ തമിഴ്നാടിൻ്റെ പല ഭാഗത്തും മഴ തീരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ശിവകാശി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പം തീരെ മഴയില്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ പൊതുവേ നല്ലൊരു ചൂടുള്ള കാലാവസ്ഥയിൽ കൂടിയാണ്. പടക്കുകളുടെ ആസ്ഥാനത്ത് വന്നതാണ് ശിവകാശിയിൽ. പക്ഷേ ഇവിടെ കടകളൊന്നും കാണാനില്ല. ഇവിടെ അത്രയും മറ്റ് ഷോപ്പിംഗ് കാര്യങ്ങളാണ്. കുറേ വിജനമായ സ്ഥലങ്ങളിൽ മാത്രം കുറേ കടകൾ കാണാൻ പറ്റും. ശിവകാശി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ശിവകാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് തൊട്ടടുത്തുള്ള സ്ഥലം. ചക്കയെല്ലാം ആക്കി അലമാരയ്ക്കകത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം നല്ല പ്രൈസാണ്. ഒന്നാർക്ക് തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ കയറിയ പോലെ ഇരിക്കുന്നു ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. ആയിരക്കണക്കിന് പടക്ക് കടകൾ ഈ സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അത് കുറച്ച് ദൂരെയാണ്. അവിടെയൊക്കെ പോയി വാങ്ങുന്നവന് ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ റോഡ് സൈഡിൽ ഒരു കടയുണ്ട്. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള വിലയുണ്ട് പടക്കിന് ചോദിക്കുമ്പോൾ. എന്തായാലും വന്ന സ്ഥിതിക്ക് നടന്ന് ഈ സ്ഥലങ്ങൾ കാണാം, കടകളൊക്കെ കാണാം, അങ്ങനെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. വിലയുള്ള കാര്യത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി ഏത് സ്ഥലത്ത് പോയാലും ഒരേ വില തന്നെയാണ്. തിരുനെൽവേലിയിൽ പോയാലും നാരൂരിൽ പോയാലും അതേപോലെ തന്നെ ഇവിടെ വന്നാൽ ഏകദേശം നമുക്ക് ഒരേ വിലകൾ തന്നെയാണ് എല്ലാ സ്ഥാനങ്ങൾക്കും. സാധനങ്ങളുടെ വില വ്യത്യാസമില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ആര് പോയാലും അവർക്ക് ഹെൽമറ്റ് കാര്യമൊന്നുമില്ല. എല്ലാം ചുമ്മാ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പോക്കറ്റടി നടക്കാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട്. അവിടെ തന്നെ ബസ് സ്റ്റാൻഡിൽ പോലീസ് പറയുന്നുണ്ട് സാധനങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന്. പനോല പടക്കുണ്ടാന്ന് ചോദിക്കാൻ പറയുന്നത് ശിവകാശിയിൽ പനോല പടക്കില്ല, ഉള്ളതെല്ലാം പേപ്പർ പടക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ പനോല പടക്ക് കിട്ടാൻ സാധ്യത കുറവാണെന്ന് ആ കടക്കാരൻ പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് തിരുനെൽവേലിയിൽ പോയാലും ഇതേ സെറ്റപ്പ് തന്നെ, ഇതുപോലെ തന്നെയാണ് കടകളെല്ലാം. എല്ലാ കടകളും ഇതുപോലെ തന്നെയാണ്. തിരുനെൽവേലിയിൽ പോയാലും എല്ലാം നിറയെ ചെരുപ്പ് കട, പൂക്കട, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. വെങ്കല പാത്രക്കട തപ്പി ഇറങ്ങിയതാണ്, പക്ഷെ ഒരു കടയും ഇവിടെ കാണാനില്ല. ഉള്ള കടകളൊക്കെ ചെറുതാണ്, വലിയ വെങ്കല പാത്രക്കട കാണാനില്ല, എല്ലാം കൊച്ചു കടകളാണ്. ഒരു വഴിയും തിരിഞ്ഞ് പോകുന്തോറും വഴി തെറ്റുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ചു പോയില്ലെങ്കിൽ അവസാനം പിന്നെ കുറേ സമയം കൂടുതലെടുക്കും. അങ്ങനെ ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നു. പൂക്കട ധാരാളമുണ്ട്. അപ്പോൾ ഈ പരിസരത്ത് ഇവിടെ വലിയ ക്ഷേത്രമുണ്ടെന്ന് വിചാരിക്കുന്നു. പൂക്കടയാണ് കൂടുതലും കണ്ടത്. അത് ഇവിടെ നിന്ന് ആട്ടോയിൽ റെയിൽവേ സ്റ്റേഷൻ ശിവാശി റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ചോദിച്ച് കയറി ഉറപ്പ് വരുത്തിയിട്ട് കയറിയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇവന്മാർ ചാർജ് കൂട്ടിക്കളയും. അതായത് 6 കിലോമീറ്റർ ദൂരമുള്ള ഏകദേശം ഒരു 60 രൂപയ്ക്ക് പോകാമെന്നുള്ളൊരു കേസാണ്. അവരവിടെ ചെല്ലുമ്പോൾ 150, 200 പറയും. പിന്നെ അവരുമായിട്ട് ചിലപ്പോൾ ഗുസ്തി ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അവസ്ഥ. ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്തിയെന്നാണ് തോന്നുന്നത്. പക്ഷേ പോയ വഴി വന്ന് ഇപ്പോൾ തിരിച്ചു പോകുന്ന വേറൊരു വഴിയാണ്. ശരിക്കും എല്ലാ മുടുക്കിലും കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയൊക്കെ സാധനത്തിന് സാധാരണ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചായക്കെല്ലാം 15 രൂപയാണ്. ചായക്കും വടക്കും സമോസ എല്ലാം 15 രൂപയാണ്. നാട്ടിലാണെങ്കിൽ എവിടെയും നമ്മൾ നോക്കിയാൽ 10 രൂപയായിരിക്കും. പക്ഷേ ഇവിടെ പൊതുവെ എല്ലായിടത്തും തമിഴ്നാട്ടിൽ 13, 15 അങ്ങനെയൊക്കെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കും മറ്റ് ആഹാര സാധനങ്ങൾക്കൊന്ന് കരുതുന്നു. ഇവിടെ ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഒരു ശിവൻകോവിൽ കാണുന്നുണ്ട്. ശിവൻകോവിലായിരിക്കും ഇവിടുത്തെ മെയിൻ. അതാണ് ഇവിടെ പൂക്കട ധാരാളം ഉള്ളത്. എല്ലാ സ്ഥലത്തും ഏത് സ്ഥലത്ത് തിരിഞ്ഞാലും പൂക്കട മാത്രമേ ഉള്ളൂ. ഇതൊരു മുരുകൻ കോവിലാണ്. ഇവിടെയാണ് മെയിനായിട്ടുള്ള അമ്പലം എന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ആകെ ഒരു പടക്കടയാണ് കണ്ടത്, അല്ലാതെ ഒരൊറ്റ കട ഈ ഏരിയയിലൊന്നും കാണാനില്ല. ഒരുപാട് സ്ഥലത്ത് ഞാൻ നടന്ന് ഒരു സ്ഥലത്തും പടക്കട മാത്രം കാണാനില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ തിരുനെൽവേലിയും മധുരയും അതേപോലെ തന്നെ തൃശ്ശൂരൊക്കെ പോയ സ്ഥിതിക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് വൃത്തിയൊക്കെ കാണാനുണ്ട്. ഒത്തിരി കാര്യമായിട്ട് ഇവിടെ വൃത്തിയൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലവും കുറച്ച് ക്ലീനാണ്, എല്ലാ ഏരിയയും ക്ലീനാണ്. എല്ലാ രീതിയിലും ഇവിടെ മുനിസിപ്പാലിറ്റി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. പൊതുവെ തമിഴ്നാട്ടിൽ അത് കാണാറില്ല. എല്ലാ സ്ഥലത്തും എവിടെയെങ്കിലുമൊക്കെ ചപ്പി ചവറൊക്കെ വാരി കൂട്ടിയിട്ടായിരിക്കും. ഇവിടെ അങ്ങനെ കാണാനൊന്നുമില്ല. ഒരു പൂക്കട കഴിഞ്ഞാൽ പിന്നെ തുണിക്കടകളാണ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ. ഇപ്പം നമ്മളെ നാട്ടിലുള്ള ഫാഷനൊന്നും ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പണ്ടത്തെ പോലെ ചുരിദാറും അത് ഇതൊക്കെ തന്നെയാണ് ഇട്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആമ്പിള്ളേരും പെമ്പിള്ളേരൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ ഇപ്പോഴത്തെ രീതിയൊന്നും ഇവിടെയൊന്നും കാണാനല്ല. ഇവിടെ എപ്പോഴും പഴയ ചുരിദാറും കാര്യമൊക്കെ തന്നെ. ഡ്രസ്സുകളൊന്നും തമിഴ്നാട്ടുകാരുടെ സ്റ്റൈലൊന്നുമല്ല. ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ വരുന്ന ഹിന്ദിക്കാരന്മാരുടെ സ്റ്റൈലാണ്. അതിപ്പോൾ എല്ലാവരും അത് തന്നെ വാങ്ങിച്ചിട്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്റ്റൈലായിട്ട് കാണുന്നത്. ചക്കയെല്ലാം ഉണ്ടാക്കി
അലമാരയിൽ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ചുളയെറുത്തിട്ട്. സിറ്റി എന്ന് പറയാനില്ല, ഒരു ഇടത്തരം സിറ്റിയാണ് ഈ ശിവകാശി എന്ന് പറയുന്നത്. ഉദ്ദേശം ഒരു 10,000-2000-ലധികം ഈ പടക്കിൻ്റെ ഫാക്ടറി ഉണ്ടെന്നല്ലാതെ ഇവിടെ മറ്റു കാര്യങ്ങളൊന്നും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതില്ല. ഇവിടെ കുറച്ച് സാധാരണഗതിയിൽ നമ്മൾ നാലുകല്ലും മധുരയിൽ കാണുന്ന പോലെ കുറേ കടകൾ മാത്രം കാണാം. അത് അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒരു സംഭവം കാണാനല്ല. പക്ഷേ ഇവിടെ വരക്കച്ചക്കയാണ്, നല്ല മണം വരുന്നുണ്ട്. വാങ്ങാൻ പറ്റത്തില്ല, എല്ലാത്തിലും മൊത്തത്തിൽ ഈച്ചയാണ്. ഈച്ച ഇരിക്കുന്നതിന് അകത്തും ഈച്ച പുറത്തും ഈച്ച, അങ്ങനെ ഈച്ച ഒരു കളിയാണ് ചക്കര പുറത്ത്. പടക്കുകട അന്വേഷിച്ചിറങ്ങിയ ഞാൻ വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിൽ മാത്രമാണ് ആ ഒരു കട കണ്ടത്. അവിടെ ഉള്ളത് 12 ഷോട്ടിൻ്റെ ഒന്നും അവിടെ ഇല്ല. ഞാൻ ചോദിക്കുമ്പോൾ അവിടെ 100 എണ്ണത്തിൻ്റെയാണ് 2140 രൂപയാണ് പറയുന്നത് 100 ഷോട്ടുള്ളതിന്. അത് ഏകദേശം 1 മണിക്കൂറോളം നിൽക്കുമെന്ന് അയാൾ പറഞ്ഞു കത്തിച്ച് കഴിഞ്ഞാൽ. കടയിൽ വെള്ള ഷർട്ടിന് 200 രൂപയെന്നാണ് പറയുന്നത്. 200 കേട്ടാൽ നമുക്ക് 600 തോന്നും. അങ്ങനെയാണ് അവർ പറയുന്നത്. തമിഴിൽ പറയുമ്പോൾ 200 നമുക്ക് 600 തോന്നും. ഇത്രയും ചായക്കടകളാണ് കംപ്ലീറ്റ്. ഉഴുന്നുവട, പരിപ്പുവട, രസവട,